വെട്ടുമ്പോൾ നീ പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് നോക്ക്. കിട്ടുന്നില്ലല്ലോ. അല്ല, നിങ്ങളെന്താ കളിക്കുന്നത്? അതല്ലടാ, എന്തായാലും നിങ്ങളിപ്പോൾ മുടി വെട്ടുന്നതല്ലേ, എന്റെ മുടിയുടെയും അറ്റം വെട്ടണമായിരുന്നു. ഓ, അതിന് ഞങ്ങളിപ്പോൾ ബാർബർ ഷോപ്പിലല്ല ഉള്ളത്, മനസ്സിലായിക്കാ? നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ മുടി വെട്ടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്ലൈറ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. സ്ലൈറ്റ് അല്ല, സ്ട്രൈറ്റാ. നിങ്ങൾ ആ ബെഞ്ചിൽ ഇരുന്നോ, എന്നിട്ട് എല്ലാം പഠിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് വന്നാ മതി. ഇവർ ഇതെന്തൊരു മണ്ടത്തിലാ പറയുന്നത്? മുടി വെട്ടുന്ന കാര്യം പറയണ്ടായിരുന്നു, വെറുതെ അവന്റെ വായിലുള്ളത് മുഴുവനും കേട്ടു. തൽക്കാലം ഇവിടെ കയറി ഇരുന്നിട്ട് അവൻ മുടി വെട്ടുന്നത് നോക്കിയിരിക്കാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. എടാ, എല്ലാം ഓക്കെയാണ്, നീ വെട്ടിക്കോ, വേഗം വേഗം. എടി തുളസി, നീ കുറെ സമയമായില്ലേ ചിരിക്കുന്നേ, എനിക്ക് കുറച്ച് കരഞ്ഞോ? വെട്ടി. മുടി താഴോട്ടിട്ടാൽ അവളുടെ കൂടെയുള്ള ആ ജഡ്ജി കാണും, മുടി ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കാം. എടാ, മുടി വെട്ടിയാ? ആടാ, ഇതാ. ഇതെന്ന് കാക്കേന്റെ തൂവലാ. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ നിൽക്കുമല്ലോ. അല്ലടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, നിങ്ങളൊന്നും ചോദിക്കണ്ട, നിങ്ങൾ വായി പൂട്ടി അവിടെ നിൽക്ക്. എന്നാലും സൽമാനെ, നമ്മൾ അവളുടെ മുടി വെട്ടിയല്ലോ. അതെ അതെ. അല്ലടാ സൽമാനെ, എനിക്കൊരു ഡൗട്ട്. എന്താടാ? അല്ലടാ, അവളുടെ മുടിയുടെ കളർ ഒരുമാതിരി ചുവപ്പോ ഓറഞ്ചോ അങ്ങനെയാറ്റമല്ലേ? അപ്പോൾ നിന്റെ കയ്യിലുള്ള മുടിയുടെ കളർ കറുപ്പാണ്. ഇത് തന്നെയാ ഞാൻ നേരത്തെ പറയാൻ നോക്കിയത്, അപ്പോൾ എന്നോട് ബായും പൂട്ടി നിൽക്കാൻ പറഞ്ഞല്ലേ? എനിക്കറിയില്ലടാ, ചുവന്ന മുടി എങ്ങനെയാടാ കറുപ്പ് മുടിയായത്? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. ഇവനാ ജഡ്ജിയുടെ മുടിയാണോ വെട്ടിയത്? അയ്യേ, ഇതപ്പാ തുളസി ജനലിന്റെ അടുത്ത് നിന്നും ഇപ്പുറം മാറി നിന്നത്. എടാ സൽമാനെ, എന്താടാ? നീങ്ങ വാ. എന്താ? അല്ല, ഇങ്ങളാ സൽമാനി അല്ലെങ്കിൽ ഞാനാ സൽമാനി? അത് നീയല്ലേ? പിന്നെ നിങ്ങൾ എവിടത്തേക്ക് എണീച്ചു പോകുന്നത്? അവൻ എന്നെയാ വിളിച്ചത്. എന്താടാ ഇക്രു? ആഹാ, എനിക്കും കാണണം. എന്താടാ? എടാ, നീ അത് നോക്കിയേ, ജനലിന്റെ അടുത്ത് ആരാ ഉള്ളതെന്ന്? ആരാ? എടാ, ആ ജഡ്ജിയാണ് ജനലിന്റെ അടുത്തുള്ളത്. അതിനെന്താടാ? എടാ പൊട്ട, നീ ആ ജഡ്ജിയുടെ മുടിയാണ് വെട്ടിയത്. ഈ ജഡ്ജിയുടെ മുടിയാ? അയ്യോ, പിടി. എടാ, എന്നാലും അതെങ്ങനെയാടാ അങ്ങനെ സംഭവിച്ചേ? അതൊന്നും എനിക്കറിയില്ല. എന്നാ ഏന്റി? എടാ, ആ ജഡ്ജിക്ക് തിരിഞ്ഞിക്കില്ലടാ അവരുടെ മുടി വെട്ടിയത്. അതിന് ഏന്റി എന്തിനിങ്ങനെ ചിരിക്കുന്നത്? അതല്ലടാ, അവൾ വിചാരിക്കുന്നത് അവൾക്ക് ഇപ്പോഴും മുടിയുണ്ടെന്നല്ലേ. അവൾക്കിപ്പോൾ അവിടെ മുടിയില്ലാന്ന് തിരിയുമ്പോൾ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏന്റി, നിങ്ങളെന്താ ഇങ്ങനെയായി പോയത്? ഒരാൾക്ക് സങ്കടമാകുന്ന കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് വേണ്ടത്? അവരുടെ മുടി മുറിച്ചത് അവർക്ക് മനസ്സിലായാൽ അവർക്ക് സങ്കടമല്ലേ ഉണ്ടാവുക? എടാ ചെറുക്ക, അധികം ഓവറാക്കല്ലേ, നീയെല്ലാം കൂടി ചേർന്നിട്ടല്ലേ അവരുടെ മുടി മുറിച്ചത്? മുടി മുറിക്കാൻ ചെയ്തിട്ട് എന്നോട് പ്രസംഗിക്കുന്ന? അത് പിന്നെ അറിയാതെ മുറിച്ചു പോയതല്ലേ. ഞങ്ങൾ ആ തുളസിയുടെ മുടിയല്ലേ മുറിക്കാൻ പ്ലാൻ ഇട്ടത്. നിങ്ങൾക്ക് പ്ലാൻ ഇടുന്നതിലും കുഴപ്പമില്ല, മുറിക്കുന്നതിലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് കുഴപ്പം അല്ലേ? അതല്ല. എന്തല്ലാന്ന്? നിങ്ങളൊന്ന് വായി പൊട്ടി നിൽക്കുമോ? ഈ പ്രശ്നം എങ്ങനെയൊന്ന് സോൾവ് ആക്കുക എന്ന് നോക്ക്. നമ്മളാണ് ജഡ്ജിയുടെ മുടി മുറിച്ചതെന്ന് പ്രിൻസിപ്പളിന് മനസ്സിലായാൽ നമ്മളെ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കും. എടാ, ഇനി എന്നാ ചെയ്യാ അറിയില്ലടാ. എന്നാലും നമ്മൾ അവരുടെ മുടി മുറിക്കുന്നത് ആ തുളസി കണ്ടിട്ടില്ലേ? അവളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകില്ലടാ. ഉണ്ടെങ്കിൽ അവൾ എന്തായാലും ജഡ്ജിയെ അറിയിക്കില്ലേ? എന്നാൽ നമുക്ക് വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാം. അവൾ നമ്മളെ കണ്ട്. പിന്നെ കാണില്ലേ, അവളുടെ മുന്നിൽ ചക്ക നിൽക്കുമ്പോൾ ഇങ്ങനെ നിന്നാല്? അതൊക്കെ ആരാ തുളസി? അതൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഓ, ആണോ? ആണ് മാത്രല്ല പെണ്ണും ഉണ്ട്. ഇവര് രണ്ടുപേരെ ആണുള്ളൂ, ഞാൻ പെണ്ണാ. അതാരടി അതിന്റെ ഇടക്കുള്ളത്? അത് കുഞ്ഞാവിത്ത, ഈ ഇക്രുവിന്റെ ഏന്റിയാ. എന്നാൽ ശരി, ഞാൻ പോവുകയാ. ശരി മാം. എന്നാൽ ശരി, ഇപ്പോൾ പരിപാടി തുടങ്ങും, ഞാൻ പോവട്ടെ. രക്ഷപ്പെട്ട് വേഗം ഒന്ന് പോയാൽ മതിയായിരുന്നു. അവളതാടാ തിരിച്ചു വിളിക്കുന്നേ. എന്താ തുളസി? അവളിപ്പോൾ പറയുമെന്നാ തോന്നുന്നത്. അവളെ അത് പറയാൻ വിടല്ലടാ. എന്തെങ്കിലും പറഞ്ഞ് നീ വിഷയം മാറ്റി. എന്താ തുളസി, നീ എന്തിനാ വിളിച്ചത്? അല്ല മാമിന് എന്തോ ഒരു മാറ്റമുണ്ട്.
നാറ്റമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, മാറ്റമുണ്ട് എന്നാ. ആ അത് തന്നെ, നല്ല നാറ്റമുണ്ട്. മാം വേഗം പോയിട്ട് കുളിച്ചോ. പിന്നെ എയും ബി ഒക്കെ പറയാം മാം, വേഗം പോട്. അതിന് ഞാൻ രാവിലെ കുളിച്ചതാണല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല നാറ്റമുണ്ട്. മാം വേഗം ഇവിടെ നിന്നും വിട്ടോ. നീ എന്നാടാ ഇക്രു പറയുന്നത്? നാറ്റം തന്നെ, നല്ല നാറ്റമില്ലേ? എന്ത് നാറ്റം? എനക്കൊരു നാറ്റവുമില്ല. ഞാൻ മാറ്റമുണ്ടെന്നല്ല പറഞ്ഞത്, മാറ്റമുണ്ടെന്നാ. മാമിനെ നോക്ക്, മാമിന് എന്തോ ഒരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? എനിക്കൊരു മാറ്റവുമില്ല. മാം ഇത് തന്നെയല്ലേ നേരത്തെ ഡ്രസ് ഇട്ടത്? ആണല്ലോ, പിന്നെ എന്ത് മാറ്റമാ ഉള്ളത്? ആ തുളസി എല്ലാം നോക്കുന്നുണ്ട്, ഇപ്പോൾ കണ്ടുപിടിക്കുമെന്നാ തോന്നുന്നത്. എന്റെ തുളസി, നിനക്ക് വെറുതെ തോന്നുന്നതാ, എനിക്കൊരു മാറ്റവുമില്ല. ഞാൻ പോവുകയാ, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. രക്ഷപ്പെട്ട്. മാം അയ്യോ, രക്ഷപ്പെട്ടിട്ടില്ല. എന്താ തുളസി? മാം ഞാൻ കണ്ടുപിടിച്ച്. എടാ, അവൾ കണ്ടുപിടിച്ചു പോലും. നീ എന്തൊക്കെയാ തുളസി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മാം എന്റെ ഡൗട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. മാമിന്റെ മുടിയുണ്ടോ ചെറുതായിന്? എന്ത്? എന്റെ മുടി ചെറുതായെന്നോ? അയ്യോ, എന്റെ മുടി എവിടെ? അയ്യോ, ഇവിടെ ഉണ്ടാ? ഇവിടെ ഉണ്ടാ? അയ്യോ, ഇവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ, എന്റെ മുടി കാണുന്നില്ല. എടാ, മുടി കാണായിട്ട് അവർക്ക് വട്ടായിന്ന് തോന്നുന്നത്. വട്ടായതല്ലടാ, മുടി കാണായിട്ട് കരയുന്നതാ. അയ്യോ, മാമിന്റെ മുടിക്ക് എന്ത് പറ്റിയതാ? എന്റെ മുടി എവിടെ? ഇത്രയും സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെവിടെ പോയി? അയ്യോ മാം ഇങ്ങനെ കരയില്ല. കരയാതെ പിന്നെ ഞാൻ എന്താക്കാനാ? എന്റെ മുടി കാണുന്നില്ല. മാം നമുക്കത് കണ്ടുപിടിക്കാം. അയ്യോ എടാ, അവളിപ്പോ അത് കണ്ടുപിടിക്കും. അതിന് നമ്മൾ വെട്ടിയതാണെന്നുള്ള ഒരു തെളിവ് നമ്മുടെ അടുത്തില്ലല്ലോ. പിന്നെ നിന്റെ കയ്യിൽ എന്താടാ പൊട്ട ഉള്ളത്? അയ്യോ മുടി. മുടിയാ? എവിടെ? എന്ത് മുടി തന്നെ? എന്റെ അടുത്തില്ല, എന്റെ അടുത്തുമില്ല. അതെവിടെ പോയി? ഓ, ഞാൻ വിചാരിച്ചു അത് കണ്ടുപിടിച്ചെന്ന്. പാവം മാം. മാം കരയല്ല. എടാ സൽമാനെ, അതെവിടെ? അത് ഞാൻ വലിച്ചെറിഞ്ഞു. രക്ഷപ്പെട്ട്. എന്താടാ? ഇതാരാ? ശുക്കൂർ കുഞ്ഞാമിയ? ഇതാണോ നീ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞത്? എന്താടാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നത്? എടാ, കാണുമ്പോൾ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എടാ, ഇപ്പോൾ ചിരിക്കാനൊന്നും നേരമില്ല. അവൾ കാണും മുന്നേ വേഗം അതെടുത്ത് ഇവിടെ നിന്ന് മാറ്റ്. അതൊന്നും എന്റെ തലേന്ന് പാറിപ്പോയത് അല്ല. ഈ ഇക്രവും സുലൈമാനും എവിടെ പോയി? എന്നാ ശരിക്കും ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? എവിടെയാടാ ഈ മുടിയൊന്ന് ഒളിപ്പിച്ചു വെക്കുക? എനിക്ക് അറിയില്ലടാ. എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചില്ലെങ്കിൽ മുഴുവൻ പ്രശ്നമാകും. നമ്മളാണ് അവരുടെ മുടി മുറിച്ചതെന്ന് അവർക്ക് മനസ്സിലാകും. ഇനി എന്നാ ഇപ്പൊ ചെയ്യാ? ഈ ക്ലാസ്സിലൊന്നും അങ്ങനെ വെച്ച് പോകാൻ പറ്റില്ല. ടീച്ചേഴ്സ് ഒക്കെ വന്ന് സെർച്ച് ചെയ്താൽ എല്ലാം കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ എന്നാ ചെയ്യാ? എന്റെ മുടി പോയി. മാം ഇങ്ങനെ കരയാതെ. ചെറിയ മുടിയല്ലേ പോയിട്ടുള്ളൂ, അത് ഇനിയും വരുമല്ലോ. അതിനിങ്ങനെ കരയണോ? എന്നാൽ നീ പോയിട്ട് ഒരു കത്രി എടുത്തിട്ട് വാ. നിന്റെ മുടി ഞാൻ മുറിച്ചു നോക്കട്ടെ, നീ കരയുമോ എന്ന് കാണാലോ. എന്റെ മുടി മുറിക്കാനാ? അയ്യോ, ഞാൻ ഇനി എങ്ങനെ മോഡലിൽ മുടിയൊക്കെ കെട്ടും? അടുത്ത ആഴ്ചത്തെ പരിപാടിക്ക് ഞാൻ എങ്ങനെ പോകും? എന്റെ പച്ച ഗൗണിന്റെ കൂടെ ഞാൻ നല്ല മോഡലിൽ മുടി കെട്ടണം എന്നൊക്കെ വിചാരിച്ചതാ. ഒരു മുടി പോയതിന് ഇങ്ങനെ പശു കരയും പോലെ കരയണോ? ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ഈ മേഡത്തിനൊന്ന് സമാധാനിപ്പിക്കുക? എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. പാവം മേഡം ഇങ്ങനെ കരയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ കരയേണ്ടത്? അതല്ല, വെറും മുടിയല്ല പോയത്, അതിന് സാരമില്ല. എന്റെ മുടിയാ പോയത്, എനിക്ക് സാരമുണ്ട്. എന്റെ അല്ലോ, ഇവരെ ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടൊന്ന് സമാധാനിപ്പിക്കുക? മേഡം മേഡം വാ. എവിടേക്ക്? നിങ്ങൾ വാ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ആ സുലൈമാനും ഇക്രുവും എവിടെ? ഡാ ഇക്രു, അത് ഏന്റിയാടാ. ഡാ ഇക്രു, നിങ്ങൾ അവരുടെ മുടി മുറിച്ചിട്ട് അവർ കരച്ചിൽ നിർത്തുന്നില്ല. ഇഞ്ചേന്റി ഒന്ന് മെല്ലെ പറ, അവർ കേൾക്കും. ഇല്ലടാ, ആ തുളസിയുണ്ട്, അവരെയും കൂട്ടിട്ട് അങ്ങോട്ടേക്ക് പോയിനെ. അതെവിടത്തേക്കാ? അതൊന്നും എനിക്കറിയില്ല, അങ്ങോട്ട് പോയിനെ. എടാ, എനിക്ക് പേടിയാകുന്നേ. ഇപ്പോൾ ആ മുടി മുറിച്ച കാര്യം സ്കൂൾ മൊത്തം പാട്ടാകും. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അന്വേഷണം തുടങ്ങും. നമ്മളാണിത് മുറിച്ചതെന്ന് തിരിഞ്ഞാൽ പിന്നെ പറയണ്ടാലോ, എല്ലാം പ്രശ്നമാകും. എനിക്ക് പേടിയാകുന്നുണ്ട്. നമ്മളിനി എന്നാ ചെയ്യാ? എനിക്കറിയില്ലടാ.
ക്ലാസിന്റെ പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറ്റില്ല. ഇനി പുറത്തു പോയാൽ എല്ലാവരും കാണും. ഈ ക്ലാസ്സിൽ തന്നെ എവിടെയെങ്കിലും ആരും കാണാതെ ഈ മുടി ഒളിപ്പിച്ചു വെക്കണം. എന്നാൽ അത് എവിടെയാ? വേഗം ഒന്ന് കണ്ടുപിടിക്ക്. അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്നാലൊന്ന് വേഗം കണ്ടുപിടിക്ക്. വാടാ ഇക്രു, നമുക്ക് നോക്കാം. എടാ സുലൈമാനെ, നമുക്ക് ഇവിടെ ഇത് കെട്ടിത്തൂക്കിയാലോ? അതെന്തിനാ? അവിടെ കെട്ടിത്തൂക്കിയാൽ എല്ലാവരും കാണും. കണ്ടോട്ടെ, ആരെങ്കിലും കണ്ടാൽ നമുക്ക് പറയാലോ അത് ഒറ്റക്ക് തൂങ്ങി മരിച്ചതാണെന്ന്. നിങ്ങളൊന്ന് ബായ് പൊട്ടി നിന്നേ. നിങ്ങൾ സ്ഥലം കണ്ടുപിടിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളും. എന്നാൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്ക്. ഒരു സഹായം ചെയ്തു കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അതിന് സമ്മതിക്കില്ല. എന്താണ് സൽമാനെ? പ്രേതത്തിന്റെ ഡ്രസ്. നിങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്? ഇത് പ്രേതത്തിന്റെ ഡ്രസ് ഒന്നുമല്ല. പിന്നെ അതെന്താ സാധനം? ഇത് നമ്മുടെ സ്കൂളിലത്തെ പ്രോഗ്രാമിന്റെ ഡ്രസ്സാണ്. അതായിരുന്നു. മനുഷ്യൻ പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. അയ്യോ, ആരോ ഇങ്ങോട്ടേ വരുന്നുണ്ട്. എടാ വേഗം ചെല്ലേ, അവരെ ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത്. അയ്യോ, എന്നാ ഇപ്പൊ ചെയ്യാ? നീയായിരുന്നോ? എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ നീ എന്തിനിങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഞാൻ എന്ത് വെപ്രാളം? ഞാൻ വെപ്രാളപ്പെടുന്നില്ലല്ലോ എന്ന്. അല്ല, നീ മാറ്. നീ എവിടത്തേക്കാ പോകുന്നത്? ഞാൻ ഈ ക്ലാസ്സിലേക്ക്. ക്ലാസ്സിൽ പോകാൻ ഇന്ന് പഠിപ്പൊന്നുമില്ലല്ലോ. അതിനെന്താ, എനിക്ക് ക്ലാസ്സിൽ പോയിക്കൂടെ എന്നുണ്ടോ? നീ ഇപ്പോൾ ക്ലാസ്സിൽ പോകണ്ട. അതെങ്ങനെ നീ തീരുമാനിക്കും? എനിക്ക് ക്ലാസ്സിൽ പോകണം. പോകണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തോ ഒരു ചുറ്റിക്കളിയുണ്ടല്ലോ. അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. എന്ത്? സൽമാനെ, നീ മുന്നിൽ നിന്ന് മാറ്. ഇല്ല. അത്രക്കായോ? ഇല്ല, ഞാൻ വിടില്ല. മാറി നിൽക്കടാ. പോവല്ലോ. ഇതെന്താ സംഭവം? അയ്യോ, ഇവള് ആ മുടി കണ്ടു എന്നാ തോന്നുന്നത്. എല്ലാം പൊളിഞ്ഞ്. എടാ സൽമാനെ, എന്താ? എടാ ഇതെന്താന്ന്? എന്ത്? ഇത് തന്നെ. അത് മുടി തന്നെ, അല്ലാണ്ട് വേറെന്ത്? എടാ ഒന്ന് പറ. എന്താ നിനക്ക് തിരിയേണ്ടത്? അവിടെ എന്നാ? ഇതാരാ? അയ്യോ, ഇത് ഏന്റിയാണെന്നുള്ള കാര്യം ആ തുളസിക്ക് മനസ്സിലാവാതിരുന്നാൽ മതിയായിരുന്നു. ശരിക്കും ഇതാരാ? എടാ ഇക്രു, ഇതാരാടാ? നിനക്ക് കണ്ടിട്ട് ആരെ പോലെയാ തോന്നുന്നത്? എനിക്ക് ആരെ പോലെ തോന്നുന്നില്ല. മര്യാദയ്ക്ക് നോക്ക്, നിനക്ക് ചിലപ്പോൾ ഒരാളെ തോന്നും. ഒന്ന് പറടാ, ഇതാരാ ശരിക്കും? അപ്പോൾ രക്ഷപ്പെട്ട്. ഇവന് മനസ്സിലാകുന്നില്ല. എടാ സൽമാനെ, ഇക്രു, ഒന്ന് പറടാ, ആരാ ഇത്? ഇതാണ് ഒരു വലിയ മനുഷ്യൻ. എന്നെ കൊണ്ട് തന്നെയല്ലേ പറയുന്നത് വലിയ മനുഷ്യനാണെന്ന്? അയ്യോ, ചിരിക്കരുതെന്ന് പറഞ്ഞിനവൻ. ഇങ്ങനെയൊക്കെ കേട്ടാൽ ആർക്കാണെങ്കിലും ചിരി വരും. അവൻ പറഞ്ഞതുപോലെ ഗൗരവത്തിൽ തന്നെ നിൽക്കാം. ഈ വലിയ മനുഷ്യനാ? ഇയാളെങ്ങനെയാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയത്? അത് നടന്നിട്ട്. അയ്യോ, ഏന്റി സംസാരിച്ചാൽ മുഴുവൻ കുളമാക്കുമല്ലോ. ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ ആരെന്ത് ചോദിച്ചാലും ഒന്നും മറുപടി പറയണ്ടെന്ന്. എടാ ഇക്രു, നീ എന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പെറുപെറുക്കുന്നത്? സത്യം പറ, ഇതാരാ? എടാ, അത് ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. നീ തൽക്കാലം ഇപ്പോൾ വായും പൂട്ടി നിൽക്ക്. എടാ ഇക്രു, ഇയാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് പിന്നെ ഇയാൾ ധ്യാനിക്കുകയാണ്. അതെന്തെന്നാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോട്. പോട്. ഈ പണ്ടാരം പോയില്ലേ? ഇവൾ പോയിട്ട് വേണം മനുഷ്യന് തലമര്യാദയ്ക്ക് വെക്കാൻ. കഴുത്ത് വേദനയാകുന്നു. അല്ല, ഇവരെന്തിനാ നമ്മുടെ സ്കൂളിലേക്ക് വന്നത്? നീ എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. നീ പോട്. എന്നാൽ നീ പറയണ്ട, ഞാൻ ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ, ഏടി തുളസി, നീ അവരോടൊന്നും ചോദിക്കണ്ട. നീ ഒന്നും പറഞ്ഞു തരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിക്കും. അയ്യോ, ഇപ്പോൾ എല്ലാം കുളമാകുമെന്നാ തോന്നുന്നത്. ഹലോ, ഏടി തുളസി, നിന്നോടാ പറഞ്ഞതൊന്നും ചോദിക്കരുതെന്ന്. ഏടാ, അവൾ ചോദിച്ചോട്ടെ, അതിന് നിനക്കെന്താ? ഇയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണ്ട. അതെന്താ? അത് പിന്നെ നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏടി തുളസി, ഇയാൾ എന്നോട് പറഞ്ഞിനി ഇയാളെ ശല്യം ചെയ്യരുതെന്ന്. അതിന് ഞാൻ ശല്യം ചെയ്യുന്നുണ്ടോ? ഇയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതല്ലേ? അത് തന്നെ അയാൾ പറഞ്ഞത്. അയാളോട് ആരും ഒന്നും ചോദിക്കണ്ട എന്ന്. അതെന്താ ചോദിച്ചാലേ? ചോദിക്കണ്ട, അത്ര തന്നെ. എനിക്ക് ചോദിക്കണം, ഞാൻ ചോദിക്കും. എന്നാൽ പിന്നെ ഞാൻ
ഇവിടെ കുറച്ച് പേരുണ്ട്. ഞാൻ ഇക്രു, ഇത് സൽമാൻ, അത് തുളസി. ഐനി, ഇതുപോലത്തെ വർത്താനം ഞാൻ എവിടെയോ കേൾക്കാറുണ്ടല്ലോ. ഇവരെല്ലാം കുളമാക്കുമെന്നാ തോന്നുന്നത്. ഹലോ. ഓലോ. അത് പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടില്ലേ? ഇല്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കെന്തിനാ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് വേണ്ടത്. ഇവരെന്താ ഇങ്ങനെ? ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ പോരെ, എന്നാൽ ആരും ഒന്നും സംസാരിക്കില്ലല്ലോ. ശരിക്കും നിങ്ങൾ ആരാണ്? ഞാൻ തന്നെ. അതല്ല, നിങ്ങൾ ആരാണ്? ഞാനാണ്. അതല്ല, നിങ്ങളുടെ പേരെന്താ? അയ്യോ, ഇവർ ഇപ്പോൾ പേര് പറയുമെന്നാ തോന്നുന്നത്. ഞാൻ കുഞ്ഞൻസ്വാമി. കുഞ്ഞൻസ്വാമിയോ? അല്ല, കുഞ്ഞൻസ്വാമിയുടെ ഇളയ മകൻ കുഞ്ഞുസ്വാമി. അല്ലേ കുഞ്ഞുസ്വാമി? ആ, അതെ, ഞാനാണ് കുഞ്ഞുസ്വാമി, കാണുമ്പോൾ വലിയ സ്വാമി. അതൊക്കെ എന്തിനാ ഇങ്ങനെ വിശദീകരിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എടി തുളസി, നീ പോയേ. കുറെ സമയമായില്ല നീ ഓരോന്ന് ചോദിക്കുന്നത്. ആഹാ, അതിന് നിനക്കെന്താ? ഞാൻ ഇവരോടല്ലേ ചോദിക്കുന്നത്, നിന്നോടല്ലോ. നീ ആരോട് ചോദിക്കണ്ട. വാ നടക്ക്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളും ചോദിക്കുന്നില്ല, നീയും ചോദിക്കണ്ട. വാ, നമുക്ക് എല്ലാവർക്കും പോകാം. എന്നേരം ഞാനോ? അയ്യോ, ഇവരെല്ലാം കുളമാക്കി. ഇങ്ങനെ ബായ്പോൾ നിൽക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇത് ഏന്റിയാണെന്ന്. സ്വാമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എന്റെ അല്ലോ, എന്ത് പറഞ്ഞാലും അനങ്ങാണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു പോയല്ലോ. ഇനി ഗൗരവത്തിൽ തന്നെ നിൽക്കാം. മനസ്സിലായി കുട്ടി, മനസ്സിലായി. ഏടാ, ഇവർ എന്താ ഈ പറയുന്നത്? അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഏടാ, ഇവരെ ഞാൻ എവിടെയോ കണ്ടിനി. എനിക്ക് അറിയാവുന്ന സ്വാമിയാണെന്നാ തോന്നുന്നത്. ഞാനും ഇവരെ എവിടെയോ കണ്ടിനി. എല്ലാവർക്കും ഡൗട്ട് വന്ന്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ നടക്ക്, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നാൽ സ്വാമി, ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്ക്. ദാനിച്ച്. എന്നാൽ നടക്ക്, നമുക്ക് പോകാം. ഇവിടെ അധികം നിന്നാൽ എല്ലാം കുളമാകും. വേഗം വാ. എന്നാലും ശരിക്കും ഇതാരാ? ഇവരുടെ ഈ സംസാരവും മുഖത്തിന്റെ ഷേപ്പും ഒക്കെ ഞാൻ എവിടെയോ കണ്ടിനി. അടുത്ത് നിന്ന് നോക്കാം. എന്താണ് ചേർക്കാൻ നോക്കുന്നത്? അവരുടെ കൂടെ പോട്. അയ്യോ, താടി വീണുപോയി. ഇവിടെ ചേർക്ക, വായ് കൊണ്ട് നിൽക്കാണ്ട് ആ താടി എടുത്തിട്ട് ഇവിടെ വെക്ക്. ഇവിടെ താടി എടുത്തിട്ട് വെക്കാൻ. ഈടാ, നിന്തോട് വെക്കാനല്ല പറഞ്ഞത്, എനിക്ക് വെച്ച് താടാ. ഇനി വായ് കൊണ്ട് നിൽക്കാണ്ട് അവരുടെ പിന്നാലെ പോട്. അവരുടെ പിന്നാലെ പോകാൻ. അയ്യോ, ഇങ്ങനെയുണ്ടോ ഒരു പൊട്ടൻ? മരപ്പൊട്ടൻ. എന്നാലും ഇല്ല, നീ ഒന്ന് വേഗം പോട്. എന്താടാ? അതാരാണെന്ന് നിനക്ക് മനസ്സിലായിനോ? അയ്യോ, ഇവനിപ്പോൾ അത് ഉറക്കെ വിളിച്ചു പറയും. എടാ, അത് കേട്ടാൽ നീ ഞെട്ടും. നീ ഒന്ന് ഭയം പൊട്ടി നിന്നേ. എടി തുളസി, നിന്റോടല്ല നടക്കാൻ പറഞ്ഞത്? അല്ല, അവനെന്നാ പറയുന്നത്. അത് നിന്റോടല്ല, എന്റോടല്ല അവൻ പറയുന്നത്. നീ ഒന്ന് പോയേ. ഞാൻ പോകാൻ നീ എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? ഒന്ന് വന്നേ. വേഗം പോട്, നിന്നെ പരിപാടിക്ക് വിളിക്കുന്നുണ്ട് മിസ്. അപ്പോൾ നിങ്ങളാ? ഞങ്ങൾ അങ്ങോട്ട് വരും, നീ നടക്കേ. പോയി സാധനം, സമാധാനമായി. എടാ, നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ ഞൊട്ടും. സത്യാടാ, നിനക്കത് ആരാണെന്ന് മനസ്സിലായിനോ? അതാണ് നമ്മുടെ കുഞ്ഞാമിത്ത. ആണോ? ഞാൻ വിചാരിച്ച സുലൈമാനിക്കാണെന്ന്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞത് കാര്യാ. ആണോ? ഞാൻ വിചാരിച്ച തമാശ പറഞ്ഞതാണെന്ന്. ഒരു പൊട്ടനി. ആര്? നീ തന്നെ, അല്ലാണ്ട് വേറെ ആര്? എടാ പൊട്ട, ഏന്റിയ സാമിയെ പോലെ അവിടെ ഇരുത്തിയത് ഞാനാണ്. നീയാ? എന്തിന്? നീയാ ജഡ്ജിയുടെ മുടി വെട്ടിയില്ലേ? ആ മുടി ക്ലാസ്സിൽ എവിടെ ഒളിപ്പിച്ചു വെക്കാനാ? ആ തുളസി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഏന്റി ആ മുടി എടുത്തിട്ട് താടി പോലെ വെച്ചിട്ട് അവിടെ ഇരുന്നത്. എടാ ഇക്രു, അവള് പോയാ? നിങ്ങളോടാരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. അല്ലടാ, അവള് പോയാ? ഇങ്ങളൊന്ന് വന്നേ. ശരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആ തുളസി ശരിക്കും പോയില്ലേ? അവള് പോയിനി. എന്നാലും കുഞ്ഞാമിത്തിയാണ് സാമ്യായി നിന്നതെന്ന് എനിക്കെന്താ മനസ്സിലാവാതിരുന്നത്? അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ശരിക്കും ഒരു പൊട്ടൻ തന്നെ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അതെ, അങ്ങനെയാണ് ഞാൻ കുഞ്ഞൻ സ്വാമിയായത്.
ഓ, ഈ കുഞ്ഞാമിത്തിയാണ് കുഞ്ഞൻ സ്വാമി എന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. നിനക്ക് മാത്രമല്ല ആ തുളസിക്കും മനസ്സിലായില്ല. ശരിക്കും നിങ്ങൾ മണ്ടന്മാർ തന്നെ അല്ലേ? എനിക്ക് മനസ്സിലായിക്കല്ലോ ഞാൻ തന്നെയാ കുഞ്ഞാമി എന്ന്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ നിങ്ങൾ തന്നെയാണെന്ന്? നിങ്ങളെന്നാ പറയുന്നത്? എന്തെല്ലോ മണ്ടത്തരം വിളിച്ചു പറയുന്നത്. നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പോലും. എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? മണ്ടത്തരല്ലാണ്ട് ആ വായിൽ നിന്നും ഒന്നും വീടില്ല. അതോ പറഞ്ഞത് കാര്യ. നിങ്ങളെ വായിൽ നിന്നും മണ്ടത്തരമല്ലാണ്ട് വേറൊന്നും വീഴില്ല. ജഡ്ജിയല്ലേ അത്? ജഡ്ജിയുടെ മുഖത്ത് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. ഈ ജഡ്ജിയുടെ മുടിയുടെ നീളമുണ്ടോ കുറഞ്ഞിന്? ആ ഉണ്ട്. നേരത്തെയുള്ള മുടിയുടെ നീളമല്ല ഇപ്പോൾ ഉള്ളത്. ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. ആ, നേരത്തെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മുടി എങ്ങനെയായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും ജഡ്ജിയുടെ മുടിയുടെ നീളം കുറഞ്ഞിന്. എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ട്. ഞാനത് നിങ്ങളോട് ചോദിക്കാൻ പോവുകയായിരുന്നു. നിങ്ങളുടെ മുടിയുടെ നീളമുണ്ടല്ലോ കുറഞ്ഞിന്. അയ്യോ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അയ്യോ, എന്തിനാ കരയുന്നത്? മാം, എന്തിനാ കരയുന്നത്? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്റെ മുടിയുടെ നീളം കുറഞ്ഞത്. എന്റെ മൊഞ്ചൊക്കെ പോയി. ഞാനത് പറയാൻ പോവുകയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുള്ളത്. ഭംഗിയോ? നീ കളവ് പറയുന്നതല്ലേ? അല്ല, ഇപ്പോഴാണ് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുള്ളത്. സത്യം തന്നെയാണോ? അതെ മാം, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. എനിക്ക് സമാധാനമായി. ശരിക്കും ഞാൻ ഇത്രയും സമയം നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ മുടി കാണുന്നില്ല. എങ്ങനെയാ മുടി പോയതെന്ന് എനിക്കറിയില്ല. നീ ഇപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അത് ഞാൻ പറഞ്ഞത് കാര്യമാ. നിങ്ങൾ ഇപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. അതല്ല, അതെങ്ങനെയാ പെട്ടെന്ന് മുടിയൊക്കെ കാണാതായത്? അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പെട്ടെന്ന് മുടി കാണാതെയായി പോകുമോ? പോകുമല്ലോ. നീ എന്റേത് നോക്ക്, എന്റെ മുടി കാണുന്നില്ല. അതെങ്ങനെയാ? അയ്യോ, എന്റെ മുടി. സമാധാനം, ഇവിടെ തന്നെയുണ്ട്. എന്നാലും അതെങ്ങനെയാ നിങ്ങളുടെ മുടി നിങ്ങൾ അറിയാതെ തന്നെ കാണാതെ പോയത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് പോയി. ഇനി പറഞ്ഞിട്ടെന്താ? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഏടാ കേട്ടാ, അവർക്ക് പ്രശ്നമില്ലെന്ന്. സമാധാനമായി. എനക്കും സമാധാനമായി. ഇങ്ങക്കെന്തിനാ സമാധാനമായത്? അല്ല, ഇനിയും ഇങ്ങനെ സാമീനെ പോലെ നിൽക്കണ്ടാലോ. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അത് തന്നെ, ആ മുടിയുടെ പ്രശ്നം സോൾവ് ആയില്ലേ? പക്ഷേ നമ്മുടെ ജോലി കഴിഞ്ഞില്ലല്ലോ. എന്ത് ജോലി? ആ തുളസിയുടെ മുടിവെട്ടൽ തന്നെ. അത് കഴിഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാകൂ. ഒരൊറ്റ ചവിട്ടങ്ങ് തരും ഞാൻ. നിനക്ക് ഇത്രയും സമയം നടന്നതൊന്നും മതിയായില്ലേ? ഒരു വിധത്തിലാ ആ ജഡ്ജിയുടെ മുടിയുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. ഇനിയും അവന് മുടിവെട്ടണം പോലും. അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയിട്ട് നിന്റെ മുടിവെട്ട്. ഞാനിനി നിന്നോട് ഇങ്ങനത്തെ ഒരു കാര്യത്തിനുമില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്. അതല്ലടാ, ആ തുളസിയുടെ മുടി നീ പോയി വെട്ടടാ. ഞാൻ ഒറ്റക്കാ. വേണ്ട, ഒരു 10,000 ആളെയും കൂട്ടിപ്പോട്. ഞാനിനി ഇങ്ങനത്തെ നിന്നോട് ഒരു പുലിവാലിനുമില്ല. ഞാനുമില്ല. എന്നാൽ പിന്നെ മുടി വെട്ടണ്ടല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? നിങ്ങളെ ഞാൻ എത്ര സമയം അന്വേഷിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും സമയം? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. അല്ല, നീ എവിടത്തേക്കാ ഈ പെട്ടിയുമായിട്ട്? ഓഹോ, ഇത് ലാബിലേക്ക്. ലാബിലേക്കാ? എന്നാൽ ഞാനും വരുന്നു. എനിക്ക് നേരത്തെ വയറുവേദനയുണ്ട്. ഒന്ന് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്നറിയാലോ. നിങ്ങളെ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ലാബല്ല ഇത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ലാബാണ്. എന്നാൽ ഞാൻ പോകട്ടെ. ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് കൊണ്ടുവെക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാ? ഇല്ലടാ, അത് നാളെയല്ലേ. നീ മറന്നോ? ഓ, നാളെയായിരുന്നോ? അതെ, നാളെയാണ് ഉദ്ഘാടനം. അതിന്റെ ഒരുക്കപ്പാടിലാണ് ഞാൻ. ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കാനാണ് സാർ പറഞ്ഞത്. അല്ല, അതെന്നാടി ഈ ലാബ് എന്ന് പറഞ്ഞാല്? അത് ഇപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ലാബ്. എന്നാൽ ഇക്രു, എനക്കൊന്ന് പരീക്ഷിക്കാനുണ്ട്. എന്താണാവോ ഇങ്ങക്ക് പരീക്ഷിക്കാനുള്ളത്? അത് പുട്ടുപൊടി ഇല്ലാതെ എങ്ങനെയാ പുട്ട് ചുടുക എന്ന്. ഇങ്ങളൊന്ന് ബായ് പൂട്ടി നിൽക്കുമോ? ഇങ്ങളെ പുട്ടും ദോശയും ചുടുന്ന സ്ഥലമല്ല ഈ ലാബ്. അല്ലടാ, ഇവളല്ല പറഞ്ഞത് നമുക്കെല്ലാം പരീക്ഷിച്ചു നോക്കുന്ന സ്ഥലമാണെന്ന്. നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചു നിൽക്ക്. ഞാൻ പോകുന്ന, എനിക്ക് സമയമില്ല. എന്റെ കുഞ്ഞാമിത്ത, ലാബ് എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പോൾ നേരമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവള് പോയി. അത് ഞാൻ കണ്ടിനി. എടാ, നീ ഇങ്ങനെ ചൂടാവില്ല.
ഇങ്ങക്ക് പുട്ടുപൊടിയില്ലാണ്ട് പുട്ടിച്ചുടണ്ടേ? അത് എടാ മതിയടാ, നീ ഇങ്ങനെ ചൂടാവണ്ട. ലാബ് എന്താണെന്ന് തിരിയായിട്ട് ചോദിച്ചതല്ലേ, വാ നമുക്ക് പോയിട്ട് അത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലടാ സുലൈമാനെ? സുലൈമാൻ നിങ്ങളെ മാപ്പട. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല സൽമാൻ എന്നാണെന്ന്. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നല്ല ഞാൻ ലാബിൽ പോകാമെന്ന് പറഞ്ഞത്. ലാബിന്റെ ഉദ്ഘാടനം നാളെയാ, അപ്പോൾ നാളെ പോയിട്ട് കാണാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയാ അവൻ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പിന്നെ നമുക്ക് ലാബ് കാണാൻ പോകാംലേ? നടക്കേ. കണ്ടോ, ഇതാണ് ലാബ്. എവിടെ? ഓ, ഇതാണോ ലാബ്? ഇത് തന്നെ. ഇത് ആദ്യം ചെറിയ ലാബായിരുന്നു, ഇപ്പോൾ ഇത് വലുതാക്കി പുതുക്കിയതാണ്. ഇതിന്റെ ഉദ്ഘാടനമാണ് നാളെ. വാ ഇനി പോകാം. കണ്ടില്ലേ? പോകാം. പോകല്ലടാ, ഇതിന്റെ ഉള്ളിൽ കയറി കണ്ടില്ലല്ലോ. ഇതിന്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, സാറ് കണ്ടാൽ വഴക്ക് പറയും. അതിന് നിന്റെ മാഷൊന്നും ഇവിടെ ഇല്ലല്ലോ. വന്നാൽ പ്രശ്നമാകില്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. വാ നമുക്ക് പോകാം. ഇതിന്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് പോകാമെടാ. എന്നാ ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്നാൽ വാടാ, നമുക്കൊന്ന് കയറിയിട്ട് വേഗം ഇറങ്ങാം. എന്നാൽ നടക്ക്. ഇതാണോ നിങ്ങളുടെ ലാബ്? എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറുന്നത്. ഞാനും. നമ്മളെയൊന്നും ഇതിൽ കയറ്റില്ലല്ലോ. നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തണം, എന്നാലേ ഇതിൽ കയറാൻ പറ്റൂ. അത് തന്നെ, നമ്മളിപ്പോൾ വെറും 3ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അയ്യോ, ആരോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. സാറായിരിക്കുമോ? സാർ എന്നെ കണ്ടാൽ തല്ലും. സാറിനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ സയൻസ് ലാബിൽ കയറരുതെന്ന്. അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യാ? എവിടെയാ ഒന്ന് ഒളിക്കുക? ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് പോകാം. എടാ, എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. ആടാ, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്തിനീ? ഞാനില്ലേ? അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ പേടി. എന്റെ ആന്റി, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്നും തൊട്ട് കളിക്കരുതേ. അതിന് ഞാനൊന്നും തൊട്ട് കളിച്ചില്ലല്ലോ. കളിക്കരുത് എന്ന് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും വീണ് പൊട്ടിയാൽ എന്നെ സാറ് തല്ലിക്കൊല്ലും. നീ പേടിക്കണ്ടടാ, ഞാനൊന്നും തൊടില്ല. എന്നാൽ വേഗം വാ, നമുക്കിത് കണ്ടിട്ട് വേഗം ഇവിടെ നിന്നും ഇറങ്ങാം. എവിടെയൊന്ന് ഒളിച്ചിരിക്കാം, എനിക്ക് പേടിയാകുന്നുണ്ട്. നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ? എന്നാ ഈ ഗ്ലാസ്സിൽ വെള്ളമായിരിക്കുമോ? ഇത് വെള്ളം തന്നെയാണോ? എടാ, ഇവിടെ പല സാധനങ്ങളുമുണ്ട്, ഒന്നും അറിയാതെ വായിൽ പോലും വെച്ചു പോകരുത്. ഇല്ലടാ, എനിക്കറിയാം, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വളരെ അപകടമുള്ള സാധനങ്ങളാണ്. വായിലായാൽ ചിലപ്പോൾ മരിച്ചു പോവുകയടക്കം ചെയ്യും. ഒരു സാധനവും നമ്മൾ തൊടണ്ട. കണ്ടിട്ട് വെള്ളം പോലെ തന്നെയുണ്ട്, എന്തായാലും കുടിക്കാം, നല്ല ദാഹം. ഇതിന് വെള്ളത്തിന്റെ ടേസ്റ്റ് അല്ലല്ലോ ഉള്ളത്. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും എന്റെ ദാഹം മാറിയല്ലോ. ഇവിടെ വെക്കാം. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല. ദാ നോക്കിയാൽ ശരിക്കും എന്തൊക്കെയാ ഇവിടെ ഉള്ളത്. ആന്റി, എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്ന് തൊടാതിരുന്നാൽ മതി. ആടെ ചെറുക്ക, ഞാനൊന്നും തൊടില്ല. അയ്യോ, സൗണ്ട് ഇങ്ങോട്ട് നിന്നല്ലേ കേൾക്കുന്നത്. അവരിങ്ങോട്ടെത്തിയെന്ന് തോന്നുന്നത്. ഞാൻ എവിടെ ഒന്ന് വിളിക്കാം. കണ്ണാടിയല്ലേ ഇത്? ഇതിലെന്താ എന്നെ കാണാത്തത്? അയ്യോ, ശരിക്കും എന്നെ കണ്ണാടിയിൽ കാണുന്നില്ലല്ലോ. എനിക്കെന്നാ പറ്റിയത്? എന്തെങ്കിലും എടുത്തു നോക്കാം, അത് കാണുന്നുണ്ടെന്ന് അറിയാലോ. ഈ ഫ്ലാസ്ക് കണ്ണാടിയിൽ കാണുന്നുണ്ടെന്ന് നോക്കാലോ. അയ്യോ, ഇത് കണ്ണാടിയിൽ കാണുന്നുണ്ടല്ലോ, എന്നെ മാത്രം കാണുന്നില്ല. അയ്യോ, എന്തായിരിക്കും ശരിക്കും സംഭവം? എനിക്കെന്നാ പറ്റിയത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ ഞാൻ നേരത്തെ ആ വെള്ളം കുടിച്ചത് കൊണ്ട് വന്നതായിരിക്കുമോ ഇങ്ങനെ? നോക്കാം ആ വെള്ളം എന്താണെന്ന്. അയ്യോ, അതിന്റെ മുകളിൽ ഇൻവിസിബിൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ അദൃശ്യമായി നിൽക്കുക എന്നല്ലേ? അപ്പോൾ എന്നെ ആർക്കും കാണാൻ പറ്റില്ലേ? അയ്യോ, ഇൻവിസിബിൾ ആക്കുന്ന എന്തോ ഒരു കെമിക്കലാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങക്കെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ഇല്ലടാ, ഇനി ഞാനൊന്നും ചെയ്യില്ല. എല്ലാം ചെയ്തിട്ടൊന്നും ചെയ്യില്ലെന്ന് പറയുന്ന അതെല്ലാം വെറും വേസ്റ്റാ. അത് നിങ്ങൾ തൊട്ട് കളിക്കില്ല. അതെനിക്ക് ആദ്യം അറിയില്ലല്ലോ അതിൽ വേസ്റ്റ് ആയിരുന്നതെന്ന്. നീ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എടാ ഇക്രു, നീ അവരോട് പറയണ്ട. നീ അവരെയും പിടിച്ചിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് വാ. എന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനാ? നിങ്ങളിടാൻ തന്നെ, അല്ലാണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ ഞാനെന്താ മീമാഞ്ഞ കവറാ? മീമാഞ്ഞ കവറല്ല, അതിനെക്കാട്ടപ്പുറം നിങ്ങള്. ഇങ്ങനെ കളിക്കുന്നാണെങ്കിൽ ശരിക്കും ഞാൻ നിങ്ങളെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടും, മനസ്സിലാക്കാ? അങ്ങനെ പറയലടാ. എന്നാൽ ബായും പൂട്ടി കയ്യും പൂട്ടി മര്യാദയ്ക്ക് നടക്ക്.
ഈ കെമിക്കൽ എടുത്തിട്ട് എവിടെയെങ്കിലും മറിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടിച്ചിട്ട് അവരും ഇൻവിസിബിൾ ആകും. ഇത് തന്നെ, ഇതിനി ആരോടും കഴിച്ചു പോകണ്ട, വേഗം എടുത്ത് വേസ്റ്റിൽ കളയാം. നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ അല്ലേ? ഇത് പുതിയതായത് കൊണ്ടാടാ. നമ്മൾ ലാബ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പഴയതാകും. എന്നാലും ഈ ലാബിൽ എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? എന്നാ ഏന്റി നിങ്ങൾക്കെന്ന കുഞ്ഞാമിത്ത ശരിക്കും വട്ടാണോ? ഷോക്കടിക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടെന്നാ? ഇവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു സാർമാരാണെന്ന്. അല്ല, ഇവരെന്തിനാ പേടിച്ചോടിയത്? എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, പിന്നെന്തിനാ ഇവർ എന്നെ നോക്കിയിട്ട് ഓടുന്നത്? ഇനി ഞാൻ ഇൻവിസിബിൾ ആയില്ലേ? നോക്കടാ നോക്ക്, ആ കുപ്പി തനിയെ നടന്നു വരുന്നു. ഞങ്ങൾ കാണുന്നുണ്ട് ഏന്റി, കുപ്പി തനിയെ നടന്നു വരുന്നത്. ഈ കുപ്പി തനിയെ നടന്നു വരുന്നത് കാണുന്നുണ്ടെന്നല്ലേ അവർ പറഞ്ഞത്? അപ്പോൾ അവർ ഈ കുപ്പി മാത്രമേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. അപ്പോൾ ശരിക്കും എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലേ? എന്തായാലും ഞാൻ ഈ കുപ്പി വേസ്റ്റിലിടാം, ആരോടും എനിക്ക് കുടിച്ചു പോകണ്ട. നോക്കടാ, ആ കുപ്പി തനിയെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോയി. എടാ സൽമാനെ, ഇതിന്റെ ഉള്ളിൽ പ്രേതമുണ്ടടാ. ഇവിടെ എന്നാടാ നടക്കുന്നത്? എനിക്കറിയില്ലടാ. ഇവരൊക്കെ വിചാരിക്കുന്നത് പ്രേതമാണെന്ന്. എന്നാലൊന്ന് പറ്റിച്ചാലോ? എന്തായാലും ഇൻവിസിബിൾ ആയി, ഇനി ഇവരെ ഒന്ന് പറ്റിക്കാം. നല്ല രസമുണ്ട് ഇവർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണാൻ. സാധനങ്ങൾ തനിയെ നടന്നു പോകുന്നതാണെന്നാ ഇവർ വിചാരിക്കുന്നത്. അത് ഞാൻ കൊണ്ടുപോകുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അതാണ് ഫുൾ ബിറ്റ്. അതെങ്ങനെയാടാ തനിയെ ആ ബോട്ടിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോയത്? എനിക്ക് അറിയില്ലടാ. എന്റെ അല്ലോ, ഇനി ഇതിന്റെ ഉള്ളിൽ വല്ല കുട്ടിപ്പിശാചുമുണ്ടാ? കുട്ടിപ്പിശാചല്ല, ഈ കുട്ടി പാച്ചുവാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ നിന്നിട്ട് വെറുതെ സമയം കളയണ്ട, ഇവരെ ഒന്ന് നന്നായി പേടിപ്പിക്കാം. എന്നാ ഒന്ന് എടുക്കുക. അത് തന്നെ, അതെടുത്തൊന്ന് പേടിപ്പിക്കാം. എടാ നിങ്ങൾ പോയിന്ന് നോക്ക്. എന്ത് നോക്കുവാൻ? ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയ കുപ്പി അവിടെ തന്നെ ഉണ്ടോ എന്ന്. അത് ഇങ്ങക്ക് പോയി നോക്കിക്കോറോ. ഇങ്ങളല്ല മുന്നിലുള്ളത്, എനിക്ക് ഇവിടുന്ന് കുറെ നടക്കാനുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അടുത്താ, വേഗം പോയി നോക്കിയിട്ടിങ്ങ് വാ. എന്ത്? ഞങ്ങൾക്ക് ഇവിടെ നിന്നും അടുത്താണെന്നോ? ഇപ്പൊ എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ മുന്നിലായില്ലേ, ഇനി നിങ്ങൾക്കാണ് അടുത്ത്. നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വാ. എടാ ചെറുക്ക, എന്നാൽ നീ പോയിട്ട് നോക്കിയിട്ട് വാ. അമ്മടെ കുളിസോ, ഞാൻ നോക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോ. എന്നാൽ നമുക്ക് 3 പേർക്കും പോയി നോക്കിയാലോ? അങ്ങനെ പറ. എന്നാൽ നമുക്ക് 3 പേർക്കും പോയി നോക്കാം. എന്നാൽ നീ മുന്നിൽ നടക്ക്. ഞാൻ മുന്നിലൊന്നും നടക്കില്ല, വാ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് നടക്കാം. എടാ എനിക്ക് പേടിയാകുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ട്. പേടിക്കണ്ടടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വേഗം നോക്കിയിട്ടിങ്ങ് വാ. അതെവിടുന്ന? അവിടുന്ന് വായുമ്പോൾ നിൽക്കാണ്ട് ഞങ്ങളെ കൂടെ വാ. എടാ അത് പിന്നെ പേടിയാകില്ലേ? ആർക്ക്? എനിക്ക് തന്നെ. ഇങ്ങളൊന്ന് വന്നേ. അഥവാ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് സംഭവിക്കട്ടെ. അങ്ങനെ നിങ്ങൾ മാത്രം രക്ഷപ്പെടണ്ട. അങ്ങനെ പറയലടാ, ഞാൻ രക്ഷപ്പെട്ടോട്ടെ. നിങ്ങളൊന്ന് വന്നേ ഏന്റി. നോക്കിയേ, ആ ബോട്ടിൽ ഇതിൽ തന്നെയുണ്ട്. ഉണ്ടാ, സമാധാനമായി. എന്നാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ നിൽക്കാം. നിങ്ങളെന്താ ഏന്റി കളിക്കുന്നത്? എടാ ശരിക്കും എനിക്ക് പേടിയാക്കുന്നുണ്ടടാ. നിങ്ങൾ പോയിട്ട് ആ ബോട്ടിലൊക്കെ നോക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എടാ ഇക്രു, നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകാം. അതാ നല്ലത്. അവിടെ ഇങ്ങനെ നിൽക്കാണ്ട് വാ, നമുക്ക് പോകാം. പോവുകയാണോ? പോവല്ല, എന്റെ അടുത്തൊരു സാധനമുണ്ട്, അത് കണ്ടിട്ട് പേടിക്ക്. നമുക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? അങ്ങോട്ട് തന്നെ വാ, നടക്ക്. പിന്നെയും വന്ന്. എന്ത് വന്ന്? കുഞ്ഞാമിത്താക്ക് വട്ടായ. അവനെവിടെ പോയി? ഇതെന്നാ? കണ്ട കത്രിക തനിയെ നടന്നു വരുന്നത് കണ്ട? ഈ റൂമിൽ എന്തോ ഉണ്ട്. അവര് വിചാരിക്കുന്നത് ഈ കത്രിക തനിയെ നടന്നു വരുന്നതാണെന്ന്. എടാ, ആ കത്രിക എന്താ ഇങ്ങോട്ട് വരാത്തത്? അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ട് എന്തിനാ ഏന്റി വരുന്നത്? ഇങ്ങളെ മുറിക്കാനാ? എന്റെ ഒന്നോ, എന്നെ മുറിക്കാനല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇതും എടുത്ത് അവരുടെ പിന്നാലെ ഓടാം. അപ്പോൾ അവർ പേടിച്ച് ഓടി തളർന്നു പോകും. റെഡി, 1, 2, 3, സ്റ്റാർട്ട്.
ഇനി ഇത് വേണ്ട, വേറെ സാധനം എടുത്തിട്ട് പിന്നാലെ പോകാം. അവരെ ഞാനിനി പേടിപ്പിച്ച് കൊല്ലും. അല്ല, ഞാനിനി ഇങ്ങനെയാ പണ്ടത്തെ പാച്ചു ആവുക? എന്നെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കുമോ? അയ്യോ, അങ്ങനെയാകുമോ? ഇല്ലായിരിക്കും. ഞാൻ ഏതോ ഒരു സാധനം കുടിച്ചപ്പോഴല്ലേ ഇങ്ങനെയായത്. അതുപോലെ നേരെയാക്കാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടാകും. എന്തായാലും ആ മരുന്ന് അന്വേഷിക്കാം. കൂടെ അവരെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് തന്നെയാണ് അവർ പോയത്. എവിടെയാ ഒന്ന് ഒളിക്കുക? കുഞ്ഞാമിത്തെ വിക്രമും എവിടെയാ പോയത്? അതെന്നാ സൗണ്ട്? ഇവിടെ സൽമാനെ, ഇങ്ങോട്ട് വാ. ഇക്രു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, കുഞ്ഞാമിത്തെ എവിടെ? ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ്. ഏന്റി എവിടെയാ പോയതെന്ന് എനിക്കറിയില്ല. വാ, നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. ഞാൻ ഓടി ഇത് എവിടെയാ എത്തിയത്? എന്തൊക്കെ കുപ്പികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്? നല്ല രസമുണ്ട് ഈ പച്ച കുപ്പിയിലത്തെ ഈ വെള്ളം കാണാൻ. ഇതൊക്കെ എന്ത് വെള്ളാ? ഹായ്, ഈ കുപ്പി കാണാൻ നല്ല മുഞ്ചുണ്ട്. എടാ, ഇവർ എന്താടാ എന്തെല്ലോ പറയുന്നത്? ഇത്രയും സമയം പേടിച്ചിട്ട് കരയുന്നതല്ലേ കണ്ടത്? കുപ്പീന്റെ മുഞ്ച് കണ്ടപ്പോൾ കരയുന്നതെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ കുപ്പിയിലല്ലേ ആ കുമാരൻ മീനിനെ പോയിട്ട് നക്കറാക്കിയത്? അതേതാടാ പോക്കറിന്റെ കാര്യം പറയുന്നത്? പോക്കർ എന്നല്ലടാ പറഞ്ഞത്, അക്കറാന്നാ. അതെന്നാടാ സാധനം അക്കറാന്ന് പറഞ്ഞാല്? അത് ഏന്റി അക്വേറിയം എന്നാ ഉദ്ദേശിച്ചത്. അയ്യേ, അതിനെയാണോ മീനിനെ പോയിട്ട് അക്കറാന്ന് പറഞ്ഞത്? അല്ല, ഇതെന്നാ ഈ ബോക്സില്? കുറെ കത്തിയും കത്രികയും ഒക്കെ ഉണ്ടല്ലോ. പറയും പോലെ കത്രിക കുത്താൻ വരുന്നത് പേടിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? പറയുമ്പോൾ അതെന്നോട് മറന്നുപോയിനി. എന്റെ അല്ലോ, ഞാനിത് എവിടെയാ ഉള്ളത്? എടാ, വന്ന് ബോധം വന്ന്. ഭൂതം വന്നാ? ഭൂതാ? എന്റെ അല്ലോ, ഞാൻ ഭൂതം എന്നല്ല പറഞ്ഞത്, ബോധം വന്നാ. എടാ, കുഞ്ഞാമിത്താരോട് പറടാ, കുഞ്ഞാമിത്ത വിചാരിച്ചത് ഭൂതം വന്നാ. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. അയ്യോ, ഞങ്ങളാ? എന്ത്? അല്ല, നിങ്ങളാ? ഞങ്ങൾ തന്നെ. നിങ്ങൾ എന്താ ശരിക്കും കളിക്കുന്നത്? എന്താന്നേ നിങ്ങൾ എന്തിനിങ്ങനെ സൗണ്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുന്നത്? അത് പിന്നെ പേടിച്ചിട്ടാടാ. ആ കത്രിക തനിയെ നടന്നു വരുന്നില്ലേ നമ്മളെ കുത്തുവാൻ? അതൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ സൗണ്ട് എടുക്കല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി നോക്കാം. അല്ല, നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭൂതം വന്നപ്പോൾ നിങ്ങളും ഇവിടെ ഉണ്ടായിരുന്നോ? അതിന് ഇവിടെ ഭൂതമൊന്നും വന്നിട്ടില്ല. ഇല്ലേ? പിന്നെന്തിനാ ഞാൻ ഭൂതം എന്ന് പറഞ്ഞിട്ട് ഓടിയത്? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. കത്രികയും ബോട്ടിലും ഒക്കെ തനിയെ നടന്നു വരുന്നത് നമ്മൾ കണ്ടില്ലേ? അതുകൊണ്ട് ഈ റൂമിൽ എന്തോ ഒന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അതെങ്ങോട്ടാണ്? അതങ്ങോട്ടാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓരോന്ന് കണ്ട് പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോകുവാൻ പറ്റുന്നില്ല. ഇനി എന്ത് കണ്ട് പേടിച്ചാലും നമ്മൾ മൂന്നാളും ഒരു വഴിക്ക് തന്നെയാണ് ഓടേണ്ടത്. മൂന്നാളും മൂന്ന് വഴിക്ക് ഓടിയാൽ നമുക്ക് പുറത്തു പോകുവാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് കാര്യമാണ്. അല്ലടാ, നേരത്തെ കത്രിക നമ്മളെ കുത്താൻ വന്നതുപോലെ ഇനിയും ഓരോരോ സാധനങ്ങൾ വരില്ലേ? ചിലപ്പോൾ വരും. അത് നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ കരയണ്ട, അത് വരുമ്പോൾ കരഞ്ഞാൽ മതി. വാ, നടക്ക്. ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കണ്ട, നമുക്ക് പുറത്തു പോകാനുള്ള വഴി നോക്കാം. അയ്യോ, ഇവിടെയൊന്നും ആ മരുന്ന് കാണുന്നില്ലല്ലോ. ഞാനിനി എന്ത് കുടിച്ചാലാണ് പണ്ടത്തെ പാച്ചു ആവുക? എന്നെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇതൊക്കെ ആരോടാ ഒന്ന് പറയുക? എന്റെ സംസാരവും ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്നുള്ള കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക? ആ ഇക്രുവിനോടും സൽമാനോടും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്നെ രക്ഷിക്കുവാൻ പറ്റുമായിരിക്കും. പക്ഷേ അവരോട് ഞാനിത് എങ്ങനെയാ പറയുക? അവരിവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവരെ ഞാൻ ഇത്രയും സമയം പേടിപ്പിച്ചത് മോശമാണോ? അല്ല, ഞാനൊരു തമാശക്ക് ചെയ്തതല്ലേ. വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. അവർക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ. അവർക്ക് എന്റെ ഈ അവസ്ഥ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവർ എന്നെ രക്ഷിക്കും. അവരെടുത്ത് ചെല്ലാം. എന്നിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്ന്. അവര് ചിലപ്പോൾ എന്നെ പേടിച്ചിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും. അവർക്കറിയില്ലല്ലോ ഞാനാണ് കത്രികയും കൊണ്ട് നടന്നതെന്ന്. അവർ വിചാരിക്കുന്നത് കത്രിക തനിയെ നടന്നു പോയതാണെന്ന്. പാവം, അവർ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടാകും. എന്തായാലും സാരമില്ല, അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്ന്.